ഹായ്, നമുക്ക് 24ാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം. 24ാമത്തെ ക്വസ്റ്റൻ ആക്ച്വലി ഇന്ന് കണ്ടാൽ തന്നെ അതായത് ടോപ്പിക് ക്വസ്റ്റൻ ആണ്. ഇത് നമ്മളെ ബൈനോമിയൽ തിയറം എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റൻ ആണ്. സോ ബൈനോമിയൽ തിയറത്തിലെ രണ്ടാമത്തെ ക്വസ്റ്റൻ ആയി ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താ ചോദിച്ചത്? സമ്മേഷൻ ഓഫ് ആർ സ്ക്വയർ ഇൻറ്റു 30c ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 30c r minus 1 എന്താ ആൽഫ ഇൻറ്റു 2⁻29 ആണ്. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആൽഫ. ഓക്കെ, അപ്പൊ ഇതിനെ ഞാൻ ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം, അതാണ് എന്റെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി ഞാൻ സമ്മേഷൻ ഓഫ് ആർ സ്ക്വയർ ഇൻറ്റു 30c r ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാലേ 30cr ഇൻറ്റു 30cr അല്ലേ ഡിവൈഡ് ബൈ താഴെന്തുണ്ട് 30c r minus 1 ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് ആർ സ്ക്വയർ ഇൻറ്റു എടാ ഇതേ NCR ഡിവൈഡ് ബൈ NCR minus 1 എന്ന ഫോമിലല്ലേ. നമുക്കറിയാം NCR ഡിവൈഡ് ബൈ NCR minus 1 എന്ന് പറഞ്ഞാൽ ഇത് ഡിവൈഡ് ബൈ ഇതല്ലേ, അല്ലെങ്കിൽ എന്താ n-r+1 ഡിവൈഡ് ബൈ r അല്ലേ. അത് യൂസ് ചെയ്യുന്ന തരിക 30 - r+1 ഡിവൈഡ് ബൈ r, n-r+1 ഡിവൈഡ് ബൈ r അപ്ലൈ ചെയ്തു. ഓക്കെ, ദാറ്റിക്കോളും. നമുക്കറിയാം NCR എന്ന് പറഞ്ഞാൽ n/r n-1 CR - 1 എന്ന പ്രോപ്പർട്ടി ഉണ്ടല്ലോ അല്ലെ. NCR ആരാ? n/r n-1 CR - 1 എന്ന പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താലേ 30cr എന്ന് എഴുതാം 30/r 30 - 1 29 അല്ലേ CR - 1 അല്ലെ. ഇങ്ങനെ എഴുതിയ ഗുണം എന്താ? ആർ സ്ക്വയറും കട്ടായി പോലെ അല്ലെ. ഇപ്പൊ എന്താ ഈ 30 കോൺസ്റ്റന്റ് ആണ് പുറത്തെടുത്താൽ ബാക്കി എന്താ വരിക? 30 - r+1 ഞാൻ എന്തിനെ 30 - of r - 1 ഇത് പ്രശ്നമല്ലോ. ഇവിടെ മൈനസ് കോമൺ ആണ്, മൈനസ് ഓഫ് r - 1 ആയില്ലേ ഇൻറ്റു 29cr - 1 29cr - 1. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ആണ് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കണേ. അപ്പം എന്ത് തരാം 30 ഇൻറ്റു ഇത് 30 ഇൻറ്റു തരാം സമ്മേഷൻ ഓഫ് 30 ഇൻറ്റു 29cr - 1 അല്ലെ. ഇത് ഓപ്പൺ ആക്കി തരാം സമ്മേഷൻ ഓഫ് r - 1 ഇൻറ്റു 29cr - 1. ഓക്കെ, എടാ ഇനി ഞാനേ ശ്രദ്ധിച്ചിരിക്കുക 30 ഇൻറ്റു ഇത് അവിടെ കിടക്കട്ടെ സമ്മേഷൻ ഓഫ് 30 ഇൻറ്റു 29cr - 1 മൈനസ് സമ്മേഷൻ ഓഫ് r - 1. എഗെയിൻ ഞാൻ മറ്റേ പ്രോപ്പർട്ടി അപ്ലൈ ആണ്. ഏതാ പ്രോപ്പർട്ടി? NCR ആരാ? NCR n/r n-1 CR - 1 അല്ലേ. അത് ഇവിടെ അപ്ലൈ ചെയ്താലേ 29 ഡിവൈഡ് ബൈ r - 1. ശ്രദ്ധിക്കണേ 29 ഡിവൈഡ് ബൈ 29 ഒന്ന് കുറച്ച് 28 അല്ലേ. r - 1 കുറച്ച് r - 2 ആവില്ലേ. ഇങ്ങനെ എഴുതാലോ അല്ലെ. അങ്ങനെ എഴുതിയ ഗുണം എന്താ? ഈ r - 1 പോയില്ലേ അല്ലെ. അവിടെ ബാക്കി എന്താ വരിക? ബാക്കി എന്താ വരിക? ഒന്ന് ശ്രദ്ധിക്കുക. 30 പുറത്തുണ്ട് ഇൻറ്റു സമ്മേഷൻ ഓഫ് ഇവിടെ 30 ഇതിനെ പുറത്തേക്ക് എടുക്കാലോ. അപ്പൊ ഈ സമ്മേഷൻ പുറത്ത് ആരും എടുക്കുക 30 എടുക്കുക അല്ലെ. പിന്നെ ആരുള്ളത്? സമ്മേഷൻ ഓഫ് 29cr - 1 അല്ലേ. ദെൻ മൈനസ് 29 പുറത്തെടുക്കുക. ആ 29 പുറത്തെടുത്ത് ബാക്കി എന്താണുള്ളത്? സമ്മേഷൻ ഓഫ് 28cr - 2 അല്ലേ. സോ 30 ഇൻറ്റു what is 29 summation 29cr - 1? summation 29cr - 1 എന്ന് പറഞ്ഞാലേ 29c0 + 29c1 + 29c2 + etc 29c9 അല്ലേ. അത് 2⁻29 അല്ലേ. NC0 + NC1 + NC2 + etc NCn എന്താ 2⁻9 അല്ലേ. അത് ഓക്കെ അല്ലെ. -29 ഇൻറ്റു അതെന്താ 28c സമ്മേഷൻ 28cr - 2 അല്ലേ. അതെന്താ 28c0 + 28c1 + etc 28c28 അല്ലേ. അതാരാ 2⁻28 അല്ലെ. ഇനി ഓപ്പൺ ആ ക്യാൻസൽ ആയിട്ടാ എന്താ വരിക? 30 × 30 എത്രയാ 900 അല്ലെ. ഇവിടെ 30 ഇൻറ്റു 29 2⁻28. ഇവിടെ മൊത്തം 2⁻29 ആയതുകൊണ്ട് ഈ 50യെ 30 ഞാൻ എന്ത് ചെയ്താം 50 × 2 ചെയ്താലോ അല്ലെ. അപ്പൊ എന്തായി 900 ഇൻറ്റു ഈ 2 ഇൻറ്റു 2⁻28 2⁻29 അല്ലേ. 900 2⁻29 ഉണ്ട്. 900 കൂടെ ആരുണ്ട്? 2⁻29 ഉണ്ട്, മറക്കരുത്. അപ്പൊ ഇവിടെ 900 കൂടെ ആര് എഴുതുക? 900 കൂടെ ആര് എഴുതുക? 2⁻29 എഴുതുക. ഓക്കെ, പിന്നെ ഇവിടെ ആരുണ്ട്? 15 × 29 അല്ലേ. എന്താണ് 15 × 29? 29 15 5 415 അല്ലെ. സോ 435 2⁻9 ആവും അല്ലെ. 900 2⁻9 മൈനസ് 435 2⁻9. അപ്പൊ 2⁻9 കോമൺ ആയത് ബാക്കി എന്താ 900 - 435
എത്രയില്ല 35 40 60 അല്ലേ? അപ്പൊ 500 500 465 2/9 അല്ലെ? ഇത് ആൽഫ ഇൻറ്റു 2/29 അല്ലേ? 2/29 ആണോ? 29 ആണ്. ഇവിടെ 9 ആയത് 29 അല്ലെ? അപ്പൊ ആൽഫയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ? 465 ആണ് അല്ലെ? ആൽഫ ഇൻറ്റു 2/29 ആണ്. ആൽഫയുടെ സ്ഥാനത്ത് ആരാ? 465 ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? 465 ആണ്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണോ? അഗൈൻ ബൈനോമിയലിന്റെ ആപ്ലിക്കേഷൻ വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ പഠിച്ചു വെക്കാം കേട്ടോ.